മതി. ഏത് പാർക്കിലാ പോണ? ഒരു ബ്ലൂ സ്ലൈഡ് ഉള്ളത്, ഈ പുതിയ ഒരു ബ്ലൂ സ്ലൈഡ് ഉള്ളത്, പിന്നെ ഫോർ സ്വിങ്സ് ഉള്ളത്, പിന്നെ ഒരു മെർക്ക് അറൗണ്ട് ഉള്ളത്, പിന്നെ ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റും. അവളെന്താ ഈ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. എന്താണേലും ലാസ്റ്റ് പറഞ്ഞ ആ പോയിന്റ് എന്താണെന്ന് മനസ്സിലായില്ലെങ്കിലും അഡൽട്ട് അണ്ടർ സൂപ്പർവിഷൻ അല്ല, ചൈൽഡ് അണ്ടർ സൂപ്പർവിഷൻ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ അവൾ സൂപ്പർവൈസ് ചെയ്യേണ്ട ഒരു അവസ്ഥയായിരുന്നു പാർക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ. പണ്ട് ഞാൻ ക്വാർട്ടേഴ്സിലായിരുന്നത് കൊണ്ട് തന്നെ എയർഫോഴ്സ് ക്വാർട്ടേഴ്സിൻ്റെ മുന്നിലും പിൻപിലും ഒക്കെ കുറേ പാർക്ക് ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ എൻ്റെ കുട്ടിക്കാലം ഫുള്ള് ഏകദേശം പാർക്കിലാണ് ഞാൻ ജീവിച്ച് മരിച്ചിരുന്നതെന്ന് പറയാം. അതുകൊണ്ട് തന്നെ സ്വിങ് കാണുമ്പോഴോ ഇത് പക്ഷേ ഞാൻ ഓരോ പാർക്കിലും കണ്ടിട്ടില്ല. ഇത് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് വച്ചിരുന്നതെന്ന് തോന്നുന്നു. അയ്യോ, ഇതൊന്ന് കിടന്ന് തൂങ്ങിയിട്ട് കൈയും കാലൊക്കെ നല്ല വേദനയായിരുന്നു. ഇവൾ കുറേ പരിശ്രമിച്ച് ഇവൾ പക്ഷേ ജയിച്ചായിരുന്നു കേട്ടോ. ഞാനും കൂടെ പകുതി വഴിയിലെത്തി നിർത്തി, കാരണം മതിയായി. പിന്നെ എൻ്റെ വീഡിയോ ഞാനിവിടെ ഇട്ടിട്ടില്ല, വളരെ കോമഡി ആയിരുന്നുകൊണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ആകെയുള്ള വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് കയറി ഒന്ന് ഇറങ്ങുക എന്നുള്ളതായിരുന്നു. ഒരു ഏജ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഉണ്ടല്ലോ നമ്മളിങ്ങനെ കാംനെസ് കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു ടൈം വരും. അതായത് എസ്പെഷ്യലി എനിക്ക് തോന്നുന്നു ഒരു 30s അടുക്കുമ്പോൾ, മേ ബി ഏർലി 30s എന്ന് പറയാം, ഭയങ്കരമായിട്ട് ഇങ്ങനെ കാമായിട്ടിരിക്കാനോ അല്ലെങ്കിൽ ക്വയറ്റായിട്ടിരിക്കാനോ കൂടുതൽ തോന്നുന്ന പോലൊരവസ്ഥ. അതിൻ്റെ ഇടയിൽ എവിടേക്കും നമ്മുടെ ചൈൽഡിനെ, അതായത് ഇന്നർ ചൈൽഡിനെ മറന്നു പോകാറുണ്ട്. അപ്പോൾ ഇവളുള്ളതാണ് ഞങ്ങളുടെ ഇന്നർ ചൈൽഡിൽ കുറേയൊക്കെ ഇങ്ങനെ ഉണർന്നിരിക്കാനുള്ളൊരു കാരണം. പിന്നെ പലവരും ഇവിടെ വന്നു കഴിയുമ്പോൾ ഞാനിങ്ങനെ ഹസ്ബൻഡുണ്ട് കുഞ്ഞുണ്ട് എന്ന് പറയുമ്പോൾ എന്നെ ഏറ്റവും കുത്തി നോപ്പിച്ച് ചോദിക്കുന്നൊരു ചോദ്യമാണ് എങ്ങനെ കുട്ടിയെ വീട്ടിൽ വിട്ടിട്ട് വന്നു എന്നുള്ളത്. ഒരുപാട് വിഷമത്തോടെയാണ് വന്നതെന്നും എത്ര ദിവസം കരഞ്ഞു പിടിച്ചിട്ടാണ് ഞാൻ നിന്നതെന്നും എങ്ങനെയാണ് അവനെ വിട്ടെനിക്ക് വരാൻ പറ്റിയെന്നുള്ള കാര്യം എനിക്ക് മാത്രമല്ലേ അറിയുള്ളൂ. അതുകൊണ്ട് തന്നെ കുത്തി നോവിക്കുന്നവരോടൊക്കെ ഞാൻ പറയും, ഞാൻ വന്നത് അവന് വേണ്ടിയിട്ടാണ്, അവനെ ഞാനിവിടെ കൊണ്ടുവരും. ഈ പാർക്കിൽ ഇതുപോലെ അവൾ ഓടിക്കളിക്കുന്ന പോലെ അവളുടെ കൂടെ ഞാനിവിടെ എല്ലായിടത്തോളം അവനെ കൊണ്ടു നടക്കും. അവന് ഇവിടുത്തെ നല്ല ബെറ്റർ സ്കൂളിങ് കൊടുക്കും, നല്ലൊരു ലൈഫ് കൊടുക്കും എന്നൊരു ആഗ്രഹത്തോടെ. അവനാണ് എൻ്റെ ഡ്രൈവിംഗ് ഫോഴ്സ്, അല്ലാണ്ട് ഞാൻ സെൽഫിഷ് ആയതല്ല. പക്ഷേ ഇവിടെ വന്ന് കുറേ കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ സെൽഫ് വർത്തും സെൽഫിഷ്നെസ്സും പഠിച്ചു. സെൽഫിഷ്നെസ് മോശമൊന്നുമല്ല കേട്ടോ.